a channel for current affairs and general knowledge. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബുക്സ് ആൻഡ് ഓതേഴ്സിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഇതുപോലെ തന്നെ നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറി പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോവുക. പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കാണാം. പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നമ്മൾ മുന്നേ പാർട്ട് 1 ബുക്സ് ആൻഡ് ഓതേഴ്സിൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണണം. കാരണം ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന ഭാഗത്തുനിന്നും തീർച്ചയായിട്ടും നമുക്ക് ഒരു ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളൊരു രണ്ടാമത്തെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് നമുക്ക് എല്ലാ പുസ്തകവും നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ 2-3 പാർട്ടായിട്ടും വീഡിയോ ഇടുന്നത്. സോ ആദ്യത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗത്ത് വന്ന് ഈ വീഡിയോ കാണുക. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ സെയിം വേറെ ഡിഫറെൻറ്റ് ഓതേഴ്സ് ബുക്സ് ആൻഡ് ഓതേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വേറെ പല പുസ്തകങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അത് MCQ തരത്തിലായിരിക്കും നമ്മൾ ചെയ്യാം. സോ നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ റൂറൽ മാനിഫെസ്റ്റോ ഈസ് എ ബുക്ക്. A rural manifesto is a book written by A. Manmohan Singh, B. Varun Gandhi, option C. Narendra Modi, option D. Murli Manohar Chandaru. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ വരുൺ ഗാന്ധി. ഓക്കെ, റൂറൽ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞ ഈ പുസ്തകം എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുൺ ഗാന്ധിയാണ്. കറക്റ്റ് ആൻസർ വരുൺ ഗാന്ധിയാണ്. നോക്കാം. ഓക്കെ, ഇതാ ഇവിടെ ചിത്രം കണ്ട് റൂറൽ മാനിഫെസ്റ്റോ ഫിറോസ് വരുൺ ഗാന്ധി. ഓക്കെ, അടുത്താണ് ഹൂ റോട്ട് ദ ബുക്ക് ടൈറ്റിൽ ചേഞ്ചിങ് ഇന്ത്യ. ചേഞ്ചിങ് ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മൻമോഹൻ സിംഗ്, ഓപ്ഷൻ ബി വരുൺ ഗാന്ധി, ഓപ്ഷൻ സി നരേന്ദ്രമോദി, ഓപ്ഷൻ ഡി മുരളി മനോഹർ ചന്ദരു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, മൻമോഹൻ സിംഗ് ആണ് ഈ പുസ്തകം എഴുതിയെന്ന് നോക്കാം. ഏത് ചേഞ്ചിങ് ഇന്ത്യ. അടുത്താണ് ഹൂ റോട്ട് ദ ബുക്ക് ടൈറ്റിൽ ടൈംലെസ് ലക്ഷ്മൺ. ഓപ്ഷൻ എ മൻമോഹൻ സിംഗ്, ഓപ്ഷൻ ബി വരുൺ ഗാന്ധി, ഓപ്ഷൻ സി നരേന്ദ്രമോദി, ഓപ്ഷൻ ഡി മുരളി മനോഹർ ചന്ദരു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, നരേന്ദ്രമോദിയാണ് ഈ ടൈംലെസ് ലക്ഷ്മൺ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയത്. ടൈംലെസ് ലക്ഷ്മൺ മാത്രമല്ല, ഈ എക്സാം വാരിയർ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സോ ഓർത്തിരിക്കുക, എക്സാം വാരിയർ. അടുത്താണ് ഹൂ റോട്ട് ദ ബുക്ക് ടൈറ്റിൽ അറിവോ. ഓപ്ഷൻ എ മൻമോഹൻ സിംഗ്, ഓപ്ഷൻ ബി വരുൺ ഗാന്ധി, ഓപ്ഷൻ സി നരേന്ദ്രമോദി, ഓപ്ഷൻ ഡി മുരളി മോഹൻ ചന്ദരു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, മുരളി മനോഹർ ചന്ദരു ആണ് ഈ പുസ്തകം എഴുതിയത്. അടുത്താണ് ഹൂ റോട്ട് ദ ബുക്ക് ടൈറ്റിൽ ഫയർ ബേൺസ് ബ്ലൂ, ഹിസ്റ്ററി ഓഫ് വുമൺ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. ഓപ്ഷൻ എ ശശി തരൂർ, ഓപ്ഷൻ ബി പ്രീതി ഷെണോയ്, ഓപ്ഷൻ സി റീമ ഹൂജ, ഓപ്ഷൻ ഡി കാരുണ്യ കേശവ് ആൻഡ് എസ് പഥക്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, കാരുണ്യ കേശവ് ആൻഡ് എസ് പഥക് ആണെന്ന് നോക്കാം. അടുത്താണ് ഹൂ റോട്ട് ദ ബുക്ക് ടൈറ്റിൽ മഹാറാണ പ്രതാപ് ദ ഇൻവിൻസിബിൾ വാരിയർ. ഓപ്ഷൻ എ ശശി തരൂർ, ഓപ്ഷൻ ബി പ്രീതി ഷെണോയ്, ഓപ്ഷൻ സി റീമ ഹൂജ, ഓപ്ഷൻ ഡി കാരുണ്യ കേശവ് ആൻഡ് എസ് പഥക്. കറക്റ്റ് ആൻസർ റീമ ഹൂജ. റീമ ഹൂജയാണ് മഹാറാണ പ്രതാപ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്താണ് ഹൂ റോട്ട് ദ ബുക്ക് ടൈറ്റിൽ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ. ഓപ്ഷൻ എ ശശി തരൂർ, ഓപ്ഷൻ ബി പ്രീതി ഷെണോയ്, ഓപ്ഷൻ സി റീമ ഹൂജ, ഓപ്ഷൻ ഡി കാരുണ്യ കേശവ് ആൻഡ് എസ് പഥക്. കറക്റ്റ് ആൻസർ ശശി തരൂരാണ് പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ശശി തരൂരിൻ്റെ വേറൊരു പുസ്തകമാണ് വൈ ഐ ആം എ ഹിന്ദു. ഓക്കെ, വൈ ഐ ആം ഹിന്ദു, ഇതും ശശി തരൂരിൻ്റെ ഒരു പുസ്തകമാണ്. ഓക്കെ, അടുത്താണ് ഹൂ റോട്ട് ദ ബുക്ക് ടൈറ്റിൽ റൂൾ ബ്രേക്കർ. ഓപ്ഷൻ എ ശശി തരൂർ, ഓപ്ഷൻ ബി പ്രീതി ഷെണോയ്, ഓപ്ഷൻ സി റീമ ഹൂജ, ഓപ്ഷൻ ഡി കാരുണ്യ കേശവ് ആൻഡ് എസ് പഥക്. കറക്റ്റ് ആൻസർ പ്രീതി ഷെണോയ്. പ്രീതി ഷെണോയാണ് റൂൾ ബ്രേക്കർ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്താണ് ഹൂ റോട്ട് ദ ബുക്ക് ടൈറ്റിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഗാന്ധിജീസ് നയി താലിം. ഓപ്ഷൻ എ പ്രകാശ് ജാവേദ്കർ, ഓപ്ഷൻ ബി തമിൽ ബന്ദോപാധ്യായ്, ഓപ്ഷൻ സി പെരുമാൾ മുരുകൻ, ഓപ്ഷൻ ഡി ബിന്ദേശ്വർ പഥക്. കറക്റ്റ് ആൻസർ പ്രകാശ് ജാവേദ്കർ ആണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഗാന്ധിജീസ് നയി താലിം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത്.
അടുത്താണ് ഹു wrote the book title ഫ്രം ലെഹ്മാൻ ടു ഡിമോണിറ്റൈസേഷൻ, ഡിക്കേഡ് ഓഫ് ഡിസ്റപ്ഷൻ, റിഫോം, മിസ്അഡ്വെഞ്ചർ. ഓപ്ഷൻ എ പ്രകാശ് ജാവേദ്കർ, ഓപ്ഷൻ ബി തമൽ ബന്ദ്യോപാധ്യായ്, ഓപ്ഷൻ സി പെരുമാൾ മുരുകൻ, ഓപ്ഷൻ ഡി ബിന്ദേശ്വർ പഥക്. കറക്റ്റ് ആൻസർ തമൽ ബന്ദ്യോപാധ്യായ് ആണെന്ന് നോക്കാം. അടുത്താണ് ഹു wrote the book title പൂനാച്ചി ഓർ ദ സ്റ്റോറി ഓഫ് എ ബ്ലാക്ക് ഗോട്ട്. ഓപ്ഷൻ എ പ്രകാശ് ജാവേദ്കർ, ഓപ്ഷൻ ബി തമൽ ബന്ദ്യോപാധ്യായ്, ഓപ്ഷൻ സി പെരുമാൾ മുരുകൻ, ഓപ്ഷൻ ഡി ബിന്ദേശ്വർ പഥക്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി പെരുമാൾ മുരുകനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്, പൂനാച്ചി. അടുത്താണ് ഹു wrote the book title മേക്കിംഗ് ഓഫ് ലെജൻഡ്. ഓപ്ഷൻ എ പ്രകാശ് ജാവേദ്കർ, ഓപ്ഷൻ ബി തമൽ ബന്ദ്യോപാധ്യായ്, ഓപ്ഷൻ സി പെരുമാൾ മുരുകൻ, ഓപ്ഷൻ ഡി ബിന്ദേശ്വർ പഥക്. കറക്റ്റ് ആൻസർ ബിന്ദേശ്വർ പഥക്. ബിന്ദേശ്വർ പഥക് ആണ് മേക്കിംഗ് ഓഫ് ലെജൻഡ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്താണ് ഹു wrote the book title ഡയബറ്റീസ് വിത്ത് ഡിലൈറ്റ്. ഓപ്ഷൻ എ അനൂപ് മിശ്ര, ഓപ്ഷൻ ഡി ഡൊണാൾഡ് ആൻഡേഴ്സൺ, ഓപ്ഷൻ സി റോമില താപ്പർ, ഓപ്ഷൻ ഡി സഞ്ജയ് ഹസാരിക. കറക്റ്റ് ആൻസർ അനൂപ് മിശ്ര. അനൂപ് മിശ്രയാണ് ഡയബറ്റീസ് വിത്ത് ഡിലൈറ്റ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്താണ് ഹു wrote the book title ദ ലാസ്റ്റ് വൈറ്റ് ഹണ്ടർ. ഓപ്ഷൻ എ അനൂപ് മിശ്ര, ഓപ്ഷൻ ബി ഡൊണാൾഡ് ആൻഡേഴ്സൺ, ഓപ്ഷൻ സി റോമില താപ്പർ, ഓപ്ഷൻ ഡി സഞ്ജയ് ഹസാരിക. കറക്റ്റ് ആൻസർ ഡൊണാൾഡ് ആൻഡേഴ്സൺ. ഈ വൈറ്റ് ഹണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ അറിയാം ഹണ്ടിങ്. ഈ ഹണ്ടിങ്ങുമായിട്ട് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആൻഡേഴ്സൺ. സോ ആ പേര് ഓർത്തിരിക്കുക, ഡൊണാൾഡ് ആൻഡേഴ്സൺ. ഈ ഡൊണാൾഡ് ആൻഡേഴ്സൺ മാത്രമല്ല ഈ പുസ്തകം എഴുതിയത് ഡൊണാൾഡ് ആൻഡേഴ്സൻ്റെ ഒപ്പം ജോഷുവ മാത്യു എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയും കൂടിയുണ്ട്. ഓക്കെ, ജോഷുവ മാത്യു. ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ആൻഡേഴ്സൺ എന്ന പേരും കൂടി അതിൽ നമ്മൾ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്താണ് ഹു wrote the book title ഇന്ത്യൻ കൾച്ചേഴ്സ് ആസ് ഹെറിറ്റേജ്. ഓപ്ഷൻ എ അനൂപ് മിശ്ര, ഓപ്ഷൻ ബി ഡൊണാൾഡ് ആൻഡേഴ്സൺ, ഓപ്ഷൻ സി റോമില താപ്പർ, ഓപ്ഷൻ ഡി സഞ്ജയ് ഹസാരിക. കറക്റ്റ് ആൻസർ റോമില താപ്പർ. ഓപ്ഷൻ സി റോമില താപ്പർ ആണ് ഇന്ത്യൻ കൾച്ചർ ആസ് ഹെറിറ്റേജ് എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്താണ് ഹു wrote the book title സ്ട്രേഞ്ചേഴ്സ് നോ മോർ. സ്ട്രേഞ്ചേഴ്സ് നോ മോർ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്നത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അനൂപ് മിശ്ര, ഓപ്ഷൻ ബി ഡൊണാൾഡ് ആൻഡേഴ്സൺ, ഓപ്ഷൻ സി റോമില താപ്പർ, ഓപ്ഷൻ ഡി സഞ്ജയ് ഹസാരിക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സഞ്ജയ് ഹസാരികയാണ് സ്ട്രേഞ്ചേഴ്സ് നോ മോർ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇതാണ് സഞ്ജയ് ഹസാരിക. അടുത്താണ് ഹു wrote the book title പൊളിറ്റിക്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസം. ഓപ്ഷൻ എ ആർ പി എൻ സിംഗ്, ഓപ്ഷൻ ബി അക്കിത്തം നമ്പൂതിരി, ഓപ്ഷൻ സി മാർഗരറ്റ് അറ്റ്വുഡ്, ഓപ്ഷൻ ഡി ജോക്ക ഹലർത്തി. പൊളിറ്റിക്സ് ഓഫ് ഓപ്പർച്യൂണിറ്റിസം എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ആർ പി എൻ സിംഗ് ആണ്. അടുത്താണ് ഹു wrote the book title മലയാളം പോയട്രി. ഓപ്ഷൻ എ ആർ പി എൻ സിംഗ്, ഓപ്ഷൻ ബി അക്കിത്തം നമ്പൂതിരി, ഓപ്ഷൻ സി മാർഗരറ്റ് അറ്റ്വുഡ്, ഓപ്ഷൻ ഡി ജോക്ക ഹലർത്തി. കറക്റ്റ് ആൻസർ നമുക്കറിയാം മലയാളം പോയട്രി ആയതുകൊണ്ട് തന്നെ അക്കിത്തമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അടുത്താണ് ഹു wrote the book title ടെസ്റ്റമെൻറ്റ്സ്. ഓപ്ഷൻ എ ആർ പി എൻ സിംഗ്, ഓപ്ഷൻ ബി അക്കിത്തം നമ്പൂതിരി, ഓപ്ഷൻ സി മാർഗരറ്റ് അറ്റ്വുഡ്, ഓപ്ഷൻ ഡി ജോക്ക ഹലർത്തി. കറക്റ്റ് ആൻസർ മാർഗരറ്റ് അറ്റ്വുഡ് ആണ് ടെസ്റ്റമെൻ്റ് എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇതാണ് മാർഗരറ്റ് അറ്റ്വുഡിൻ്റെ ടെസ്റ്റമെൻ്റ് എന്ന് പറഞ്ഞ പുസ്തകം. ഇതിന് ബുക്കർ പ്രൈസ് നേടിയിട്ടുണ്ട് 2019. ഓക്കെ, 2019 ബുക്കർ പ്രൈസ് നേടിയിട്ടുണ്ട് എന്നുകൂടി നോക്കാം. ബുക്കർ പ്രൈസ് സമ്മാനത്തിൽ നമ്മൾ 2019 നേടിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മാർഗരറ്റ് അറ്റ്വുഡ് ആണെന്ന് നോക്കാം. ഓക്കെ, 2019 ബുക്കർ പ്രൈസ്. അടുത്താണ് ഹു wrote the book title സെലസ്റ്റിയൽ ബോഡീസ്. ഓപ്ഷൻ എ ആർ പി എൻ സിംഗ്, ഓപ്ഷൻ ബി അക്കിത്തം നമ്പൂതിരി, ഓപ്ഷൻ സി മാർഗരറ്റ് അറ്റ്വുഡ്, ഓപ്ഷൻ ഡി ജോക്ക ഹലർത്തി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ജോക്ക ഹലർത്തിയാണ് സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്താണ് ഹു wrote the book title ചെക്ക് ബുക്ക്. ഓപ്ഷൻ എ വിശ്വനാഥ് ആനന്ദ് ആൻഡ് സൂസൻ നൈനാൻ, ഓപ്ഷൻ ബി നരേന്ദ്രമോദി, ഓപ്ഷൻ സി റിച്ചാർഡ് പവാർ, ഓപ്ഷൻ ഡി വാസുദേവ് മോഹി. കറക്റ്റ് ആൻസർ വാസുദേവ് മോഹിയാണ് ചെക്ക് ബുക്ക് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്താണ് ഹു wrote the book title ഓവർ സ്റ്റോറി. ഓപ്ഷൻ എ വിശ്വനാഥ് ആനന്ദ് ആൻഡ് സൂസൻ നൈനാൻ, ഓപ്ഷൻ ബി നരേന്ദ്രമോദി, ഓപ്ഷൻ സി റിച്ചാർഡ് പവാർ, ഓപ്ഷൻ ഡി വാസുദേവ് മോഹി. ഓവർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് റിച്ചാർഡ് പവർ ആണ്. അടുത്താണ് ഹു
റോട്ട് ദ ബുക്ക് ടൈറ്റിൽ എക്സാം വാരിയർ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എക്സാം വാരിയർ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയാണ്. നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നരേന്ദ്രമോദിൻ്റെ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞിരുന്നു, ടൈംലെസ് ലക്ഷ്മൺ. ടൈംലെസ് ലക്ഷ്മൺ അല്ലേ? അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ മൈൻഡ് മാസ്റ്റേഴ്സ്. ഓപ്ഷൻ എ വിശ്വനാഥ് ആനന്ദ് ആൻഡ് സൂസൻ നൈനാൻ. ഓപ്ഷൻ ബി നരേന്ദ്രമോദി. ഓപ്ഷൻ സി റിച്ചാർഡ് പവർ. ഓപ്ഷൻ ഡി വാസുദേവ് മോഹി. ഈ മൈൻഡ് മാസ്റ്റർ എന്ന ഒരു ടേം കേട്ടാൽ തന്നെ നമുക്കറിയാം അത് വിശ്വനാഥ് ആനന്ദാണ്. കാരണം ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കളി. സോ വിശ്വനാഥ് ആനന്ദ് ആൻഡ് സൂസൻ നൈനാൻ. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ ഹേമന്ത് കർക്കറെ ഡോട്ടർസ് മെമ്മർ. ഓപ്ഷൻ എ നേഹ ഹീരാനന്ദനി. ഓപ്ഷൻ ബി എൻ ചന്ദ്രശേഖരൻ. ഓപ്ഷൻ സി രഞ്ജൻ ഗൊഗോയ്. ഓപ്ഷൻ ഡി ജൂയി കർക്കറെ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ജൂയി കർക്കറെയാണ്. ഹേമന്ത് കർക്കറേൻ്റെ മകളാണ് ഈ ജൂയി കർക്കറെ. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ കോഡ്സ് ഓഫ് ഇന്ത്യ പാസ്റ്റ് ടു പ്രസൻറ്റ്. ഓപ്ഷൻ എ നേഹ ഹീരാനന്ദനി. ഓപ്ഷൻ ബി എൻ ചന്ദ്രശേഖരൻ. ഓപ്ഷൻ സി രഞ്ജൻ ഗൊഗോയ്. ഓപ്ഷൻ ഡി ജൂയി കർക്കറെ. ഇത് കറക്റ്റ് ആൻസർ രഞ്ജൻ ഗൊഗോയ് ആണ്. ഇദ്ദേഹത്തിൻ്റെ വേറൊരു പുസ്തകമുണ്ട്, ജസ്റ്റിസ് ഫോർ ദ ജഡ്ജസ് എന്ന ഓട്ടോബയോഗ്രഫി. ഇതും ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ്. രഞ്ജൻ ഗൊഗോയിനെ പറ്റി എല്ലാവർക്കും അറിയാം, ഫോർമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു അല്ലേ? അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ ബ്രിജിറ്റൽ നാഷൻ. ഓക്കെ, ബ്രിജിറ്റൽ നാഷൻ. ഓപ്ഷൻ എ ഹീരാനന്ദിനി. ഓപ്ഷൻ ബി എൻ ചന്ദ്രശേഖരൻ. ഓപ്ഷൻ സി രഞ്ജൻ ഗൊഗോയ്. ഓപ്ഷൻ ഡി ജൂയി കർക്കറെ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി എൻ ചന്ദ്രശേഖരനാണ് ബ്രിജിറ്റൽ ഇന്ത്യ നാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ ഗേൾ പവർ ഇന്ത്യൻ വുമൺ ഹു ബ്രോക്ക് ദ റൂൾസ്. ഓപ്ഷൻ എ ഹീരാനന്ദിനി. ഓപ്ഷൻ ബി എൻ ചന്ദ്രശേഖരൻ. ഓപ്ഷൻ സി രഞ്ജൻ ഗൊഗോയ്. ഓപ്ഷൻ ഡി ജൂയി കർക്കറെ. കറക്റ്റ് ആൻസർ നേഹ ഹീരാനന്ദിനിയാണ് ഈ ഗേൾ പവർ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ കർമ്മയോധ ഗ്രന്ഥ്. ഓപ്ഷൻ എ അമിത് ഷാ. ഓപ്ഷൻ ബി യശ്വന്ത് സിൻഹ. ഓപ്ഷൻ സി കെ രാമകൃഷ്ണ റാവു. ഓപ്ഷൻ ഡി ധർമ്മേന്ദ്ര റായ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അമിത് ഷായാണ് കർമ്മയോധ ഗ്രന്ഥ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ എ ചൈൽഡ് ഓഫ് ഡെസ്റ്റിനി. ഓപ്ഷൻ എ അമിത് ഷാ. ഓപ്ഷൻ ബി യശ്വന്ത് സിൻഹ. ഓപ്ഷൻ സി കെ രാമകൃഷ്ണ റാവു. ഓപ്ഷൻ ഡി ധർമ്മേന്ദ്ര റായ്. ദ കറക്റ്റ് ആൻസർ കെ രാമകൃഷ്ണ റാവു ആണ് ദ ചൈൽഡ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ റിലൻറ്റ്ലെസ്. റിലൻറ്റ്ലെസ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ അമിത് ഷാ. ഓപ്ഷൻ ബി യശ്വന്ത് സിൻഹ. ഓപ്ഷൻ സി കെ രാമകൃഷ്ണ റാവു. ഓപ്ഷൻ ഡി ധർമ്മേന്ദ്ര റായ്. കറക്റ്റ് ആൻസർ യശ്വന്ത് സിൻഹയാണ് റിലൻറ്റ്ലെസ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ ദ തിൻ മൈൻഡ് മാപ്പ്. ഓപ്ഷൻ എ അമിത് ഷാ. ഓപ്ഷൻ ബി യശ്വന്ത് സിൻഹ. ഓപ്ഷൻ സി കെ രാമകൃഷ്ണ റാവു. ഓപ്ഷൻ ഡി ധർമ്മേന്ദ്ര റായ്. ദ തിൻ മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ധർമ്മേന്ദ്ര റായ്. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ ഡെത്ത് ആൻഡ് ഇൻസൈഡ് സ്റ്റോറി. ഓപ്ഷൻ എ സദ്ഗുരു പാട്ടീൽ ആൻഡ് എം നാഗ്വേങ്കർ. ഓപ്ഷൻ ബി തരുൺ വിജയ്. ഓപ്ഷൻ സി ജഗ്ഗി വാസുദേവ്. ഓപ്ഷൻ ഡി അപൂർവ സിംഗ്. കറക്റ്റ് ആൻസർ ജഗ്ഗി വാസുദേവ് ആണ്. സി ജഗ്ഗി വാസുദേവ് ആണ് ദ ഇൻസൈഡ് സ്റ്റോറി എന്ന് പറയുന്ന പുസ്തകം എഴുതി. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ കമൻട്രി ആൻഡ് ഡൈജസ്റ്റ് ഓൺ ദ എയർ ആക്ട് 1981. ഓപ്ഷൻ എ സദ്ഗുരു പാട്ടീൽ ആൻഡ് എം നാഗ്വേങ്കർ. ഓപ്ഷൻ ബി തരുൺ വിജയ്. ഓപ്ഷൻ സി ജഗ്ഗി വാസുദേവ്. ഓപ്ഷൻ ഡി അപൂർവ സിംഗ്. കറക്റ്റ് ആൻസർ അപൂർവ സിംഗ്. അടുത്ത ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ ആൻ എക്സ്ട്രാ ഓർഡിനറി ലൈഫ് ബയോഗ്രാഫി ഓൺ മനോഹർ പരിക്കർ. ഓപ്ഷൻ എ സദ്ഗുരു പാട്ടീൽ ആൻഡ് എം നാഗ്വേങ്കർ. ഓപ്ഷൻ ബി തരുൺ വിജയ്. ഓപ്ഷൻ സി ജഗ്ഗി വാസുദേവ്. ഓപ്ഷൻ ഡി അപൂർവ സിംഗ്. കറക്റ്റ് ആൻസർ സദ്ഗുരു പാട്ടീൽ ആൻഡ് എം നാഗ്വേങ്കർ ആണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ ഇൻവിൻസിബിൾ ട്രിബ്യൂട്ട് ടു മനോഹർ പരിക്കർ. ഓപ്ഷൻ എ സദ്ഗുരു പാട്ടീൽ ആൻഡ് എം നാഗ്വേങ്കർ. ഓപ്ഷൻ ബി തരുൺ വിജയ്. ഓപ്ഷൻ സി ജഗ്ഗി വാസുദേവ്. ഓപ്ഷൻ ഡി അപൂർവ സിംഗ്. കറക്റ്റ് ആൻസർ തരുൺ വിജയ് ആണ് എ ട്രിബ്യൂട്ട് ടു മനോഹർ പരിക്കർ എന്ന് പറഞ്ഞുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ മൈ എൻകൗണ്ടർ ഇൻ പാർലമെൻറ്റ്.
ഓപ്ഷൻ എ ബാൽചന്ദ്ര മുങ്കേക്കർ, ഓപ്ഷൻ ബി സവിത ചബ്ര, ഓപ്ഷൻ സി തവ്ലീൻ സിംഗ്, ഓപ്ഷൻ ഡി ചന്ദ്രസുധ ഡോഗ്ര. കറക്റ്റ് ആൻസർ ബാലചന്ദ്ര മുങ്കേക്കറാണ് മൈ എൻകൗണ്ടേഴ്സ് ഇൻ പാർലമെൻറ്റ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ മിഷിയ മോഡി എ ടെയിൽ ഓഫ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്. ഓപ്ഷൻ എ ബാലചന്ദ്ര മുങ്കേക്കർ, ഓപ്ഷൻ ബി സവിത ചബ്ര, ഓപ്ഷൻ സി തവ്ലീൻ സിംഗ്, ഓപ്ഷൻ ഡി ചന്ദ്രസുധ ഡോഗ്ര. കറക്റ്റ് ആൻസർ തവ്ലീൻ സിംഗ്. ഈ ചിത്രം കണ്ടോ, മിഷിയ മോഡി എന്ന് പറഞ്ഞ ബുക്കിൻ്റെ ഫ്രണ്ട് പേജാണ് അത്. ഇതിവിടെ എഴുതിയിട്ടുണ്ട്, എഴുതിയത് ആരാണ്? തവ്ലീൻ സിംഗ്. ഓക്കെ. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ ലെഗസി ഓഫ് ലേണിംഗ്. ഓപ്ഷൻ എ ബാലചന്ദ്ര മുങ്കേക്കർ, ഓപ്ഷൻ ബി സവിത ചബ്ര, ഓപ്ഷൻ സി തവ്ലീൻ സിംഗ്, ഓപ്ഷൻ ഡി ചന്ദ്രസുധ ഡോഗ്ര. കറക്റ്റ് ആൻസർ സവിത ചബ്ര. സവിത ചബ്രയാണ് ലെഗസി ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ മിസ്സിംഗ് ഇൻ ആക്ഷൻ പ്രിസണേഴ്സ് ഹു നെവർ കം ബാക്ക്. ഓപ്ഷൻ എ ബാലചന്ദ്ര മുങ്കേക്കർ, ഓപ്ഷൻ ബി സവിത ചബ്ര, ഓപ്ഷൻ സി തവ്ലീൻ സിംഗ്, ഓപ്ഷൻ ഡി ചന്ദ്രസുധ ഡോഗ്ര. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ചന്ദ്രസുധ ഡോഗ്രയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്, പ്രിസണേഴ്സ് ഹു നെവർ കം ബാക്ക്. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ ഓം മിസോറാം. ഓപ്ഷൻ എ പി എസ് ശ്രീധരൻപിള്ള, ഓപ്ഷൻ ബി മീനയ്യർ, ഓപ്ഷൻ സി അനുപം കർ, ഓപ്ഷൻ ഡി ശിവതാണുപിള്ള. എല്ലാവർക്കും അറിയാം മിസോറാം ഓം മിസോറാം എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്ന മലയാളിയായിട്ടുള്ള ഇപ്പോഴത്തെ ഗോവ ഗവർണറായിട്ടുള്ള പി എസ് ശ്രീധരൻപിള്ളയാണ് എഴുതിയെന്ന് നോക്കാം. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ യുവർ ബെസ്റ്റ് ഡേ ഈസ് ടുഡേ. ഓപ്ഷൻ എ പി എസ് ശ്രീധരൻപിള്ള, ഓപ്ഷൻ ബി മീനയ്യർ, ഓപ്ഷൻ സി അനുപം കെയർ, ഓപ്ഷൻ ഡി ശിവതാണുപിള്ള. കറക്റ്റ് ആൻസർ അനുപം കെയർ. അനുപം കെയർ ആണ് യുവർ ബെസ്റ്റ് ഡേ ഈസ് ടുഡേ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ ഐ ആം നോ മിഷിയ. ഓപ്ഷൻ എ പി എസ് ശ്രീധരൻപിള്ള, ഓപ്ഷൻ ബി മീനയ്യർ, ഓപ്ഷൻ സി അനുപം കെയർ, ഓപ്ഷൻ ഡി ശിവതാണുപിള്ള. കറക്റ്റ് ആൻസർ മീനയ്യർ ആണ് ഐ ആം നോ മിഷിയ എന്ന് പറഞ്ഞുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ 40 years വിത്ത് അബ്ദുൽ കലാം. ഓപ്ഷൻ എ പി എസ് ശ്രീധരൻപിള്ള, ഓപ്ഷൻ ബി മീനയ്യർ, ഓപ്ഷൻ സി അനുപം കെയർ, ഓപ്ഷൻ ഡി ശിവതാണുപിള്ള. കറക്റ്റ് ആൻസർ ഡോക്ടർ എ ശിവതാണുപിള്ളയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ ഹോം ഇൻ ദ വേൾഡ്. നരോത്തം ഷെക്കാറിയ, ഓപ്ഷൻ ബി അമർത്യ സെൻ, ഓപ്ഷൻ സി അനുപം കെയർ, ഓപ്ഷൻ ഡി റസ്കിൻ ബോണ്ട്. ഹോം ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്നത് ആരെന്നാണ് ചോദ്യം. ഹു റോട്ട് ദ ബുക്ക് ഹോം ഇൻ ദ വേൾഡ്. ഹോം ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്ന ആരാണ്? ഓപ്ഷൻ എ നരോത്തം ഷെക്കാറിയ, ഓപ്ഷൻ ബി അമർത്യ സെൻ, ഓപ്ഷൻ സി അനുപം കെയർ ആൻഡ് ഓപ്ഷൻ ഡി റസ്കിൻ ബോണ്ട്. കറക്റ്റ് ആൻസർ അമർത്യ സെൻ. അടുത്തത് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ ഇറ്റ്സ് എ വണ്ടർഫുൾ ലൈഫ്. ഓപ്ഷൻ എ നരോത്തം ഷെക്കാറിയ, ഓപ്ഷൻ ബി അമർത്യ സെൻ, ഓപ്ഷൻ സി അനുപം കെയർ, ഓപ്ഷൻ ഡി റസ്കിൻ ബോണ്ട്. ഇറ്റ്സ് എ വണ്ടർഫുൾ ലൈഫ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ റസ്കിൻ ബോണ്ടാണെന്ന് നോക്കാം. ഓക്കെ, റസ്കിൻ ബോണ്ടിൻ്റെ പുസ്തകമാണ് ഇറ്റ്സ് എ വണ്ടർഫുൾ ലൈഫ്. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ അംബുജ സ്റ്റോറി ഹൗ ആൻ എക്സ്ട്രാ ഓർഡിനറി മാൻ ക്രിയേറ്റഡ് ആൻ എക്സ്ട്രാ ഓർഡിനറി കമ്പനി. ഓപ്ഷൻ എ നരോത്തം ഷെക്കാറിയ, ഓപ്ഷൻ ബി അമർത്യ സെൻ, ഓപ്ഷൻ സി അനുപം കെയർ, ഓപ്ഷൻ ഡി റസ്കിൻ ബോണ്ട്. കറക്റ്റ് ആൻസർ നരോത്തം ഷെക്കാറിയ ആണെന്ന് നോക്കുക. ഏത് ഈ അംബുജ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ നെഹ്റു, ടിബറ്റ് ആൻഡ് ചൈന. ഓപ്ഷൻ എ നരോത്തം ഷെക്കാറിയ, ഓപ്ഷൻ ബി അമർത്യ സെൻ, ഓപ്ഷൻ സി അവതാർ സിംഗ് ബേസിൻ, ഓപ്ഷൻ ഡി റസ്കിൻ ബോണ്ട്. കറക്റ്റ് ആൻസർ അവതാർ സിംഗ് ബേസിൻ ആണ് നെഹ്റു, ടിബറ്റ് ആൻഡ് ചൈന എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ ഇന്ത്യ സ്റ്റോറി. ഓപ്ഷൻ എ സുധാമൂർത്തി, ഓപ്ഷൻ ബി ബിമൽ ജലാൽ, ഓപ്ഷൻ സി അനുരാധ റോയ്, ഓപ്ഷൻ ഡി റസ്കിൻ ബോണ്ട്. കറക്റ്റ് ആൻസർ ബിമൽ ജലാൽ ആണ് ഈ ഇന്ത്യ സ്റ്റോറി എന്ന് പറഞ്ഞുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ ദ എർത്ത് സ്പിന്നർ. എർത്ത് സ്പിന്നർ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്ന ആര്? ഓപ്ഷൻ എ സുധാമൂർത്തി, ഓപ്ഷൻ ബി ബിമൽ ജലാൽ, ഓപ്ഷൻ സി അനുരാധ റോയ്, ഓപ്ഷൻ ഡി റസ്കിൻ ബോണ്ട്. കറക്റ്റ് ആൻസർ അനുരാധ റോയ് ആണ് ദ എർത്ത് സ്പിന്നർ എന്ന് പറഞ്ഞുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇതാണ് എർത്ത് സ്പിന്നറിലെ ഫ്രണ്ട് പേജ്. ഓക്കെ, അനുരാധ റോയ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 50 ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, 50 ബുക്സ് ആൻഡ് ഓതേഴ്സിൻ്റെയാണ് നമ്മളിപ്പോൾ നോക്കിയിരിക്കുന്നത്. ഈ 50 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ 50 വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. സോ കഴിഞ്ഞ
മുന്നത്തെ വീഡിയോ, അതായത് നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്ന പാർട്ട് 1 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതിൽ നമ്മളൊരു 50 ചോദ്യത്തോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം, അടുത്ത ഭാഗം എന്ന നിലയ്ക്കാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ആദ്യത്തെ ഭാഗത്ത് നമ്മളൊരു 50 ബുക്സ് ആൻഡ് ഓതേഴ്സ് പഠിച്ചു. അതോടൊപ്പം ഈ വീഡിയോയിലും നമ്മൾ ഒരു 50 ബുക്സ് ആൻഡ് ഓതേഴ്സിനെ കുറിച്ചിട്ടാണ് പഠിച്ചിരിക്കുന്നത്. സോ അങ്ങനെ നമ്മൾ ഓരോ 50 വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും കൂടിയാണ് ഏത് എക്സാമുകൾക്കും. സോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫസ്റ്റ് ഭാഗം കാണുക, ഇപ്പോഴത്തെ ഈ വീഡിയോ കണ്ട് എഴുതിയെടുക്കുക, എന്നിട്ട് പഠിക്കുക. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ചാനലിൽ തന്നെ പല വീഡിയോസും നമ്മൾ ഇടാറുണ്ട്, ഫ്രീ ആയിട്ടാണ്. ഈ പെയ്ഡിൻ്റെ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല, ഏറ്റവും ഈ പ്രീമിയം പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന അതേ ക്വാളിറ്റിയോടെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോകൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ GK ടോപ്പിക് ആയിക്കോട്ടെ, ബുക്സ് ആൻഡ് ഓതേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് പെയ്ഡിൽ കിട്ടുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ ഇതിൽ വീഡിയോസ് ഇടുന്നത്. അതുപോലെ അവാർഡ്സ്, ഭാരത് രത്നയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതല്ലാത്ത ഗോൾഡൻ ഗ്ലോബ് അവാർഡ്, അങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യുന്നുണ്ട്. അതാണ് കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ഇടുന്നത്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന വീഡിയോസ് മോശമുണ്ടാവരുത് എന്ന് പറഞ്ഞാൽ 100% നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോ ചെയ്യുന്നതിൽ കുറച്ച് ലാഗ് വരുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം പെട്ടെന്ന് നമ്മൾ, ഇപ്പോൾ നിങ്ങൾക്കറിയാം പല ചാനലിലും ഇന്ന് ഇപ്പോൾ മറ്റേ നമ്മുടെ ICC വേൾഡ് കപ്പ് നടക്കുകയാണ്, കഴിഞ്ഞു തൊട്ടടുത്ത ദിവസം കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒരു ചാനൽ റേറ്റിംഗ് കിട്ടാനോ അതിന് വേണ്ടിയിട്ട് കുറേ എന്തെങ്കിലും ഒരു ചെയ്തിട്ട് തട്ടിക്കൂട്ടി ഒരു വീഡിയോ ചെയ്യുന്നതല്ല എൻ്റെ രീതി. ഏറ്റവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇനിയുള്ള ഏതൊരു എക്സാം ഒരു കൊല്ലം കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിന് കിട്ടാം എന്നുള്ള തരത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറച്ച് സമയം പിടിക്കുന്നത്. എന്നിരുന്നാലും ഏറ്റവും നല്ല ടോപ്പ് ക്വാളിറ്റി തന്നെയാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതും. യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് തന്നെയാണ് കണ്ടൻറ്റും. അതുപോലെ തന്നെയാണ് സ്പോർട്സിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ IPL 2024 നമ്മൾ ചെയ്തിട്ടുണ്ട്. വ്യക്തമായിട്ട് നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങളും, എന്തൊക്കെ. മാത്രമല്ല നമ്മൾ ഈ ചെയ്യുന്നത് ഏറ്റവും ആദ്യം നേടിയത് ടീം ഏതാണ്, കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പ്ലസ് MCQസും കൂടി നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്താണ് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആൻഡ് തീംസ്. ഇത് ജനുവരീൻ്റെ മാത്രമല്ല, നമ്മൾ ജനുവരീൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഏത് ഡേയ്സ് ഒരു വീഡിയോ, തീംസ് ഒരു വീഡിയോ, അങ്ങനെയായിട്ട് നമ്മൾ ചെയ്യുന്നു. രണ്ടും ഒരുമിച്ചല്ല, കാരണം ഡേയ്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീംസ് പഠിക്കാൻ എളുപ്പമാണ്. സോ ജനുവരീൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഫെബ്രുവരീൻ്റെയും ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം, ഇതിലൊരു 4 വീഡിയോകളും ഉണ്ടാവും. പിന്നെ അടുത്തതാണ് 2020 നമ്മൾ ഒരു വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ, നമ്മൾ പിന്നീട് വരുന്നതായിരിക്കും. പിന്നെ ഇത് കറണ്ട് അഫയേഴ്സിൻ്റെ സെക്ഷനാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക, കാരണം നമ്മൾ ഈ കൊല്ലം, അതായത് 2024 ആണല്ലോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. സോ 2024 നമ്മൾ ജനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല കറണ്ട് അഫയേഴ്സിൻ്റെ കൂട്ടത്തിൽ ഓരോ മാസത്തെ മാത്രമല്ല, അതല്ലാണ്ട് തന്നെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്ന പല വീഡിയോസും നമ്മൾ ഇതിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ചീഫ് മിനിസ്റ്റർ ആൻഡ് ഗവർണർ, അങ്ങനെയുള്ള ചില വീഡിയോസും നമ്മൾ ഇതിൽ ചെയ്യാറുണ്ട്. പിന്നെ GKൻ്റെ കാര്യത്തിലും പ്രധാനപ്പെട്ട, അതായത് സ്റ്റാറ്റിക് GKs, തീരെ മാറ്റമില്ലാത്ത, അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മൾ അതിൽ ചെയ്യുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.